സഹിതം വന്ദിതനെ പരികീർത്തിതനെ പ്രവചീണം. ദൈവമേ Shri
ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതരസീവരോട് പരിശുദ്ധനായ അപ്പോസ്തലൻ പൊതുനിഴലിലേക്കെന്നും ഹബീബായി പാർക്കുമോ. അന്യദേവന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതം നിമിത്തം കരഞ്ഞു മുറയിടുകയും നിങ്ങളുടെ ധനം ജീവിച്ചും ഉടുപ്പ് ഒഴിവഴിച്ചും പോയി നിങ്ങളുടെ പൊന്നുവെള്ളി കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളെ ചേർത്ത് ചെന്നുകളയും. അന്തിയായി നിങ്ങൾ നിക്ഷേപം ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നെല്ലുകളേക്ക് ഒരു വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങൾ അടുക്കളിൽ നിന്ന് നിലവിളിക്കുന്നു. പകുതിയേറെ മുറവിടെ സൈന്യത്തിന്റെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമി ആരംഭത്തോടെ സുഖിച്ചു പൊളിച്ച് പല ദിവസം എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ഹബീബായി പാർക്കുമോ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിലിരിക്കെ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നവനെന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിക്കുവാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരാടുന്ന ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു. താൻ ക്രിസ്തുവിനുള്ളവനെന്ന ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ. പാർക്കുമോ. Thank you.
ദൈവത്തിന്റെ ജീവനോടുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവിന്റെ ഇഷ്ടവുമായ ശിഷ്യയുടെ മനുഷ്യാവതാര നാളുകളിൽ ഈ പ്രകാരം സംഭവിച്ചു. അവർ ഗലീലായിൽ സഞ്ചരിക്കുമ്പോൾ യേശുബ്രാൻ അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലുകയും 3-ാം ദിവസം അവൻ ഉയർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ ദുഃഖമുണ്ടായി. അവർ കബർഭൂമിൽ ചെന്നപ്പോൾ ഈ എൻ്റെ ജന്മപണം തലവരി വാങ്ങുന്നവർ കീപ്പായുടെ അടുക്കൽ ചെന്ന്, നിങ്ങളുടെ ഗുരു അവൻ്റെ നീതി തരുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ എന്ന് പറഞ്ഞു. കീപ്പാ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ യേശു മുൻകൂട്ടി, ശിമോനെ നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും തലവലിയും വാങ്ങുന്നത് ആരോടാണ്? സ്വന്തം മക്കളോടോ അന്യന്മാരോടോ എന്ന് ചോദിച്ചു. ശിമോൻ അന്യന്മാരോട് എന്ന് പറഞ്ഞു. യേശുബ്രാൻ, എന്നാൽ സ്വന്തം മക്കൾ സ്വതന്ത്രരാകുന്നുവല്ലോ. എങ്കിലും നാം അവർക്ക് തടസ്സമാകാതിരിക്കാൻ നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ പൊളിച്ചു നോക്കുക. അതിനൊരു സ്ഥിരചതുർഭുടം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും ഹൃദയം പൂഴ്ചയും മനസ്സിലുവാൻ നല്ല ഉന്നതിയും നിത്യവും ആദർശിക്കുവാൻ അടിയങ്ങൾ യോഗ്യന്മാരായി തീരണമേ. പാപപരിഹാരം നൽകുന്നവനും പരിശുദ്ധമായ ബലിയും താൻ തന്നെ ഞങ്ങൾ പാപങ്ങളെ വെടിപ്പാക്കുകയും തന്റെ യാഗത്താൽ ഭൂലോകത്തിന് പാപപരിഹാരം കൈവരിക്കുകയും ചെയ്തതിനുമായി ഞങ്ങൾ വിശ്വസിച്ചേച്ച് പറയുന്ന പ്രധാനാചാര്യനായ യേശുമിശിഹായ്ക്ക് സ്തുതിയും തനിക്ക് ദൈവീയമായി സ്തോത്രം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും നാളുകളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടിയിരിക്കുന്നതായ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പുൽഹുനിയമോ സുധഹായ അനുഗ്രഹിക്കുന്നവരായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ും
നൽകുന്നവനും അടിപ്പാക്കുന്നവൻ ഞങ്ങളെ ശ്രമിക്കുകയും തുളച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ കർത്താവേ, സ്നേഹപൂർവ്വന്റെ കാണിട്ടാൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസങ്ങളായ എൻ്റെ സകലങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ പ്രവർത്തികളാൽ സ്ഥലം മരിച്ചുപോയതെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസുഖം വിമാനം പനി കളിക്കണമേ. കർത്താതി കർത്താവും മോഹത്തുല്യനാഥനുമായ നിശ്ചയരാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം വരണമേ. ഞങ്ങൾ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിട്ടിരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകലതരം ശിക്ഷകളും ദയാപൂർണ്ണങ്ങളിൽ നിന്ന് നീക്കി മാറ്റി കളയണമേ. കർത്താവേ, കോപൂറുകളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവ്വം തൊട്ട് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ ഉത്സാഹത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടവും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രിയരുമായ ക്രിസ്തീയ ഞങ്ങൾക്ക് നൽകണമേ. നല്ല ഉത്സാഹത്തെ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. മാതാവില്ലാത്ത മഹനീയനായ തന്റെ പിതാവിൽ നിന്ന് ജാതനാവുകയും കാലത്തിടുവിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന വിവാഹിതയായ മാതാവിൽ നിന്ന് ശാരീരിക പിതാവില്ലാതെ ജനിക്കുകയും ചെയ്തവനായ സ്വർഗീയ കുഞ്ഞാടും ശ്രീബാമരത്തിന്മേൽ മനസ്സോടെ ബലിയർപ്പിക്കപ്പെടുകയും മൺമേർക്ക് ഭക്ഷണമായി തീരുകയും തൻ്റെ ബലിയർപ്പണം മൂലം വിജാതിയർക്കും സുജാതിയർക്കും പാപപരിഹാരം നൽകുകയും തൻ്റെ മരണം മൂലം തലമുറകളെയും കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്തതിനുമാണ് കന്യാന പെണ്ണാടിൻ്റെ കുട്ടിയായ കുഞ്ഞാടുമായ മിഥ്യാതമ്പുരാനെ ഈ ബലി നിനക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബലഹീനതയിൽ നീ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇടയിൽ നീ വസിക്കണമേ. നിന്റെ ദൈവത്തിന് പരിപ്ലാലയങ്ങളായി തിരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ ശുദ്ധീകരിക്കണമേ. സ്വർഗീയ സേനകളിൽ എന്നപോലെ ഞങ്ങളിൽ നീ ആവശ്യിച്ച് പ്രതിപുറമോറാണമേ. കാന്യവാനായ കർത്താവേ, നിന്റെ വിശുദ്ധ ശരീരവും വിധേയരായ നിന്റെ രക്തവും ഞങ്ങൾ അനുഭവിക്കുന്നത് മൂലം പാപത്തിന്റെ സകലം ഉൾപ്പെടർപ്പും ഞങ്ങളെ അവയിൽ നിന്ന് ദഹിച്ചു പോകുമോറാകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പുണ്യകരമായ തിരക്തവും ഞങ്ങളുടെ ജീവന്റെ പുളിമാവും ജീവന്റെ ചാരവുമായി തീരണമേ. ഞങ്ങൾ സത്വിശ്വാസത്തോടെ നിന്റെ ശരണത്തിൽ നിന്ന് നിർഭാവിച്ചിട്ടുള്ള വിശ്വാസത്താൽ ഞങ്ങൾ മരിച്ചുപോരും. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമോറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നാളെ നാം പ്രാപിക്കുകയും ചെയ്യുന്നു. ഭാവിമാനാസനാന്ന് ഞാൻ കീർത്തിച്ച് പ്രകാരം പറയുന്നു. പരിശുദ്ധനായ ജഗപിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനാകുന്നു. പരിശുദ്ധനും ജീവൻ നൽകുന്നതുമായ റൂഹാ പരിശുദ്ധനാകുന്നു. നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും മരിച്ചുപോരുടെയും വിശുദ്ധാസുകളുടെയും വാങ്ങിപ്പോയി വിശ്വാസരാശ്രമാങ്ങിപ്പോരുടെയും
തന്നെ തോന്നി പാപപരിഹാരം നൽകിക്കൊണ്ട് ദാസൻ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. ബാറയ്ക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയെ കാണുപ്രാപ്തികമായ സർവ്വത്തിലെ സൃഷ്ടാവായ സദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമേ വിരാജിച്ചതും പ്രകാശം സർവ്വേത്തിലുള്ള സത്യവും ജീവിച്ചത് സൃഷ്ടിയാകുന്നതും സാരാംശത്തിനാളുടെ സമതമുള്ളവരും സർവ്വകാലം മാത്രമായി നിർമ്മിച്ചതും മനുഷ്യരായ ദൃഷ്ടിക്ക് വേണ്ടി തിരുവനന്തപുരപ്രകാരം സർവ്വ നിറങ്ങി വിഷ്ണുരൂപമായ ദേവമാതാവായ ശരിയായിട്ടുള്ള മനുഷ്യനായ പുതിയോസ്മിയാദോസ്തരസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിസർജപ്പെട്ട് കഷ്ടപ്പെട്ട് മൂന്നാം ദിവസത്തേക്ക് കയറി തന്റെ പിതാവിനെ ജീവനായ മനുഷ്യരെ തന്റെ വലിയ മതത്തോടെ വരുവാനിരിക്കുന്നവർ തന്റെ രാജ്യമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരന്റെ ഗുരുക്കന്മാരെ ദിവസങ്ങളിൽ കൈക്കൊള്ളുവാൻ പ്രാർത്ഥിക്കുന്നതിനെ ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പിതാവിനോടും പുത്രനോടുകൂടെ ബന്ധപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബിയന്മാരും സ്നേഹിമാരും മാത്രം സംസാരിച്ചവരുമായ ജീവനിഷ്ഠമായ കാവലിയും സ്നേഹവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരോടൊപ്പം വരുവാനിരിക്കുന്ന ലോകത്തെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയമേതാ ഇത് നമസ്കാരത്തിൻ സമയം, ഇത് സമയം. ഉന്നത ബാറയ്ക്കുമോ സൗവൻകാലോസ് സകലത്തിന്റെയും മുഴുവനായ ദൈവമേ, നിഷ്ഫോടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരായ ഞങ്ങളെ നീ രക്ഷിക്കുന്ന യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾക്കും ജയപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവൻ നൽകുന്നവനും
സാരാംശത്തിൽ നിന്നോട് നാരികരുമാൻ്റെ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ അബുകുൽ സുബാനുൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്ത് തന്നെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഉയരത്തിൽ വത്സിക്കുകയും വലിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുൻപാകത്തിൽ വന്നിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെ സ്ഥലത്തിലും പരിശുദ്ധനൂത്തവനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടുന്നായിരിക്കുമായ റൂഹായോടും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ അബുകുൽ സുബാനുൽ മീൻ. വഴിതെറ്റിപ്പോയി ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യസ്നേഹത്താൽ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, ഇത്താർത്ഥമില്ലാത്ത ഈ ബലിയനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങൾ നീതിയില്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളെ രക്ഷിക്കുകയും നിർവഹിക്കപ്പെട്ടതായി ഈ കൂദാശ ഞങ്ങളുടെ ശിക്ഷാവിധിയായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ പുത്രനോടും സ്ഥലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ എന്നോടുണ്ടായിരിക്കുവാൻ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുള്ള ഞങ്ങളുടെ ഹൃദയമായിരിക്കണമേ തീരണമേ. ഓശോ അബുകുൽ സുബാനുൽ മീൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും തുടങ്ങുന്ന ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധവാവസിപ്പവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും
സ്വർഗീയ ഊർശ്ലേമിൽ പേരെടുപ്പിച്ചിരിക്കുന്ന ആദ്യാതന്മാരും മലഹമാരും പ്രധാനമാലഹമാരും വിഷവോസന്മാരും സുൽത്തന്മാരും മൗത്വന്മാരും മുറവോസന്മാർ ഹൈലന്മാരും അനേകം കണ്ണുള്ളതായ കൂപ്പന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു എന്ന് കാതീസ് പാടുന്നവരായ 6 ചിറകുള്ള ശ്രോപ്പന്മാരുമായ ശരീരവും അശരീരവുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. കദീശിന് പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാറ്റി ശുദ്ധീകരിച്ചു. മുറിച്ച് തന്റെ വിശുദ്ധാശ്രീയന്മാർക്ക് നൽകിയവരോട്, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നതിന് ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. കാഷായം എടുത്ത് സ്തോത്രം ചെയ്ത് വാറ്റി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധാശ്രീയന്മാർക്ക് നൽകിയവരോട്, നിങ്ങളെല്ലാവരും വാങ്ങിപ്പാൻ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഈ ദിവസങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നവരെ എൻ്റെ മനത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊള്ളുവീൻ എന്ന് കർത്താൻ കൽപ്പിച്ചു. അദാമോദോ സേനോ കർത്താവേ, നിന്റെ മനത്തെയും മൂന്നാം ദിവസമായ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ ബദ്ധാതുള്ളായിരിപ്പിനെയും ഭൂലോകത്തെ നീതിയോട് ന്യായം വിധിച്ച് ഓരോരോന്റെ പ്രവർത്തനത്തിനനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതായ നിന്റെ 2ാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമില്ലാത്ത വിലയെ ഞങ്ങൾ നിലക്കണക്കുന്നു. ഞങ്ങൾ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങൾ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പരിഹാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാരണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശമാണ് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിദായില്ലാബോ കാതുമോറോ ിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധാത്മാവ് സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് ദാനത്തോടുകൂടി
ബലി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പൊരുതി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേ. ഉത്തരമരളി ദേവതോന്നി എൻ്റെ പരിശുദ്ധാത്മാവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങൾ ദൈവമായ നിശ്ചയാതന്ത്രാന്റെ ശരീരവുമാക്കി തീർക്കുമോറാകട്ടെ. പരിശുദ്ധാത്മാവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങൾ ദൈവമായ നിശ്ചയാതന്ത്രാന്റെ ശരീരവുമാക്കി തീർക്കുമോറാകട്ടെ. തിരിശീരക്തം അനുഭവിക്കുന്നവരായിരുന്ന ശരീരദേഹികളെ വിശുദ്ധീകരിക്കണമേ. ഞാൻ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. വിശ്വാസമാകുന്ന പറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വേദവിരുദ്ധങ്ങളായ വിരുദ്ധകളിൽ നിന്ന് സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ പുത്രനും സ്ഥലത്തിനും പരിശുദ്ധനും ഉത്തനും മന്ദിനും ജീവദായകനും സാരാംശത്തിൽ നിന്നൊന്നായിരിക്കുമായ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമോറാകണമേ. ഓശോ അബുകുല സുബാനുൽമീ. ഇന്നിയാഷ്കർത്തം നമ്മുടെ അധ്യക്ഷന്മാരായ 4 പാവങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ നയിച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തി പോരുന്ന നമ്മുടെ പാത്രകീശന്മാരായ ആബോന്മാ ഇഗ്നാത്യസിനു വേണ്ടിയും ആബോന്മാ വെസേലിയസിനു വേണ്ടിയും ആബോന്മാ ഗ്രിഗോറിയസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാ ദിയോസ്കോറോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ശാസികളുടെ ഉപദ്രവത്തിൽ നിന്നും പീഡനത്തിൽ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്നാൽ ദൈവമേ, നീ കാണിവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ പുത്രനും സ്ഥലത്തിലും പരിശുദ്ധനും ഉത്തനും മന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടുന്നായിരിക്കുന്നതുമായ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ അബുകുല സുബാ. സർവശക്തിയുള്ള കർത്താവേ, പലവിധ കഴിഞ്ഞ വീഴ്ചകളിൽപ്പെട്ട് എന്നെ ആശ്രയിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യനിഷ്ഠയുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയാകുന്ന മക്കളാകുന്ന വിശ്വാസങ്ങളായ എല്ലാവർക്കും അന്യോന്യയ്ക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരുമായ എല്ലാവരെയും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിലെ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. ശിക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാണിമാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ പുത്രനും സ്ഥലത്തിനും പരിശുദ്ധനും ഉത്തനും മന്ദിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കലുമായ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ അബുക്കുല സുബാൻ നാലുഭാഗമുള്ള നേരത്തിന് സഭകളിലും കയറാറില്ലേ? സത്യവിശ്വാസത്തിൽ നിലനിർത്തിവർത്തിച്ച് വിശ്വാസികൾക്ക് സത്യസ്ഥാനമായ പല ഭരണാർത്ഥത്തിലെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘവുമായ സുഹൃത്തുക്കളായി തീരാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിജയ പുത്രനും സ്ഥലത്തിനും പരിശുദ്ധനൂത്തനും അന്നിനും ജീവദായകനും സരാംശം നിന്നോടുന്നായിരിക്കുവാൻ്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ അബുകുല സുബാൻ മറിക്കുമോർ ഭൂമിയിലെ സലാം ചെയ്യുന്ന ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും ചെയ്യുകയും ഭാഗ്യവതിയുമായ ദൈവമാതാവ് അറിയാമണി ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെ, പ്രസംഗക്കാരായ സ്ത്രീയന്മാരെ, ഏതെങ്കിലുസ്തന്മാരെ, സഹോദയന്മാരെ, മധ്യാനന്മാരെ, ഭാഗ്യവാനും തന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാര്യൂഹാനായി ശമാശന്മാരും പ്രധാനി സഹോദയന്മാരും മുമ്പനുമായ പരിശുദ്ധനും മാതുളനുമായ മാസ്തേഫാനോസിനെ, സ്ത്രീയന്മാരിൽ ഗ്രഹന്മാരായ ഉന്നതപ്പെട്ട മാപുത്രോസിനെയും മാപോലോസിനെയും, നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ, ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പ്രേരിതപ്പെട്ടിരിക്കുന്ന ആദ്യാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മുൻപാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടി അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങളെ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങൾ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസത്തിലുള്ള ആശ്വാസവും നൽകണമേ. ആയത് നിന്റെയും ജീവജാതിൻ്റെയും സകലത്തിലെ ഉത്തവനും പരിശുദ്ധനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടുണ്ടായിരിക്കുന്നതിൻ്റെ റുഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഓശോ വബുകുൽ സുബാൻ ആർക്കുമോ സ്നേഹിയോ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടി മുൻകൂട്ടി നിർവാഹിച്ച് വിശ്രമിക്കുന്നവരെയും മിഖ്യാലും ക്രിസ്തുന പോലീസിലും എഫേസസിലും വെച്ചിട്ടുള്ള പുണ്യപ്പെടുകയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽഫാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചതുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതാവുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലിമിസും ദിവന്യാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും മീലസ്തീനോസും അന്തീമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നത ഗോപുരവും പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽസ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാത്രകേസുമാസേറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് വൃദ്ധാനായും മാർ അപ്രേമം മാർ യാക്കോബും മാർ സാഗും മാർ ബാലായും ദുഃഖിതന്മാരും തലവനായ മാർ ബർസവുമായും മാർ ഷിമോദുസ്തനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ ഭായും എൽദോ മാർ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടിയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം
പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതിയുടെയും രാജാക്കന്മാരുടെയും ശ്രമങ്ങളുടെയും മുൻപാകെ നിന്റെ പരിശുദ്ധനാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിഹിതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനം മുൻപാകെ കുറ്റം കൂടാൻ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പുത്രനും സ്ഥലത്തിലും പരിശുദ്ധനും ഉത്തനും മണ്ണിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടുന്നായിരിക്കും അതിൻ്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ബാർമോർ അരൂപികളെയും ശലജടങ്ങളെ വ്യാഖ്യാന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിർവാമിച്ച് വിശ്രമിച്ച് നിൽക്കുവാൻ ചെയ്യുന്നവരായി ഈ പരിശുദ്ധ മദ്ബയിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗത്തു നിന്നും സ്നേഹത്തോടെ സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസത്തെ സ്വരം മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ആത്മാക്കളെയും അരിവുകളെയും തൻ്റെ ഇടത്തിലേക്ക് എത്തേണ്ടതിനായി നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളം തലകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യമാക്കുവാനും നമ്മെ അവരെ തന്നെ സ്വർഗ്ഗത്തിലെത്തുള്ളതിനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 വർഷം കുറയില്ലായിട്ട് ടെസ്റ്റ് പറയണം. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ പുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ. അവൻ മൂലമുള്ളതായ കർമ്മയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഓരോന്നിൽ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന മനസ്സോട് മനസ്സോടാതെ അവസാനം വരെ പാപം കൂടാതെ ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമൻസാന പ്രകാരം ഞങ്ങളെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും ഇന്നുപോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാനവുമായിട്ട് നാം ഞങ്ങൾ കർത്താവായ യേശുവിനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നീണ്ടുന്നറിക്കൽമാന്റെ റൂഹായോടും കൂടെ സ്തുതിക്കപ്പെട്ട് പോഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ അബുകുല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും അപേക്ഷകരുമായ ശുശ്യാജ്ഞത്തിന്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമോ റാകട്ടെ.
വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയാരെ തള്ളിയിടല്ലേ, ബാരയ്ക്കുമോ കൂറിയായിസോ. അരിവടു ശിക്ഷി ശരിയാരെ. ഹരിശം നീ കാക്കണമേ, ബാരയ്ക്കുമോ കൂറിയായിസോ. വാതിൽ തുറന്നേ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാദം കേട്ടേകിടണമേ, ബാരയ്ക്കുമോ കൂറിയായിസോ. നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പല പ്രയാസങ്ങളിൽ വളയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേക ഈ ദിനത്തിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുകയും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബത്തിൻ്റെ ജീവിത പരിപാലന കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണാപാത്രങ്ങളെ കേൾക്കണമേ. അയനകയിൽ വീതയ്ക്കുമുറിയ മോറഹമോനോ റഹമൗനേ സാവുമോദ് സ്രാഹാമെയാൻ. ഞങ്ങൾ കർത്താവായ ശിമിശിയായുടെ പിതാവാം ദൈവമേ, ക്രൂപന്മാർ നിന്നെ സ്തുതിക്കുകയും ക്രൂപ്പന്മാർ നിനക്ക് കാതീശ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ 1000 10,000 നിന്നെ പോറ്റുന്നു. സൗരഭിവാസനയായ നിനക്ക് അർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ഇല്ലേറ്റുകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്വനായ പിതാവാം ദൈവമേ, ഇന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പുത്രനും സ്ഥലത്തിനും പരിശുദ്ധനും ഉത്തനും അന്യനും ജീവദായകനും സാരാംശത്തിനും നാരികമായ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആഹാരം ഉണ്ടായിരിക്കട്ടെ. ഭാരതിമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുലിക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുൻപാകെ തലകുനിച്ചു നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ രക്ഷിതാവായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങൾ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിൽക്കുന്ന ജീവജാതനും സ്ഥലത്തിലും പരിശുദ്ധനൂത്തനും വന്ദനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന ദൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമോറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആഹാരം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വവും സൃഷ്ടില്ലാത്ത സ്വയംഭൂവും അനാദ്യവും അന്ത്യവും സരാംശത്വവുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമോറാകട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ കരുണയാൽ ലോകത്തെ മഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ വലിയതായ കഷ്ടാനുഭവങ്ങൾ മൂലം അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ ായിരിക്കുന്നതുമായ ശ്രദ്ധയും പൂർത്തിയാക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നാളും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൾ സ്തുതിയൊരു രാജമകൾ നിൻ വലമായി രാജഭാമിനിയും والروح قادش من
സ്വീകരണം നേടി البدون سبحانه بوله بروال روحو قاديسا പരിശുദ്ധി പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ ഗാരുകിൽ പോൽ ബഹുല ബുല ബുറുവൽ റൂഹു കാദീശോ ും മാർത്തോമാ ശ്ലീഹ സമയമീതല്ലോ മോർഗി വറുകി പരിശുദ്ധന്മാരെ നിങ്ങൾ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും തന്നെ ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മൂലവട്ടം സെൻറ് മേരീസ് സുറിയാനിപ്പള്ളിയുടെ വികാരി സ്ഥാനം ആർജിച്ചിരിക്കുന്നതായ വന്യനായ യോഗ്യച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ കർത്തവ്യ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിനും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുവാൻ തക്കവണ്ണം പൂർണ്ണമായ ആരോഗ്യത്തോടും എല്ലാവിധമായ ദൈവീയമായിരിക്കുന്നതായ കരുതലിലും നമ്മളെ കാത്തൊരു വായിക്കുവാൻ തക്കവണ്ണം ദൈവം തിരുമനസ്സായി നശ്വരമായ ഈ ലോകത്തിൽ ശാശ്വതമായിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദിവസം ലോർഡ്സ് ഡേ എന്ന് അറിയപ്പെടുന്നതായ മനുഷ്യൻ പാലിക്കേണ്ടതായ ദൈവിക കൽപ്പന, അതിൻ്റെ 4-ാമത്തെ ശാബത്തിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നുള്ളതായ ദൈവവചനപ്രകാരമാണ് നാം പരിശുദ്ധ ദേവാലയത്തിൽ കൂടി വരുന്നത്. ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ എവങ്കേലിയോൻ ഭാഗം ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും ആയിരുന്നു. കൃത്യമായി ആ വേദവാക്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മനുഷ്യപുത്രനായ മശിഹ തമ്പുരാൻ ലോകത്തിന് നിത്യമായി നൽകിയതായിരിക്കുന്നതായ ആ വചനങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം അനുസ്മരിക്കപ്പെടുന്നതായ ഒരു സംഭവമായിട്ടാണ് തൻ്റെ ശിഷ്യനായ പത്രോസിനോട് അവരുടെ തലവനായിരിക്കുന്നതായ സാഹചര്യം, ശിഷ്യന്മാർ തലവനായിരിക്കുന്നതായ സാഹചര്യത്തെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പോയി കടലിൽ ചൂണ്ടയിട്ട് അപ്പോൾ നിനക്കൊരു മീനിനെ ലഭിക്കും, അതെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. നാം ആയിരിക്കുന്നതായ സാഹചര്യങ്ങൾ ദൈവികമായ സഭയിൽ സമൂഹത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായിരിക്കുന്നതായ ആ ഒരു സമൂഹത്തിൻ്റേതായിരിക്കുന്നതായ ഉത്തരവാദിത്വമാണ് കർത്താവ് ശാശ്വതമായി നിത്യമായി തൻ്റെ തിരുവചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങളോ മാറിപ്പോകത്തില്ല എന്ന് വേദത്തിൽ നാം വായിക്കുന്നു. പ്രത്യേകമായി നാം ഓർത്തിരിക്കേണ്ടത് ഈ കെയർ എന്ന് പറയുന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ അനുഭവത്തിലേക്കാണ് സമൂഹം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. അത് പറയുന്നതായ സംഗതി എന്ന് പറയുന്നത് ടു അവോയ്ഡ് ഒഫൻസ് എന്നുള്ളതാണ്. ക്ലേശം വരുന്നതായ, ബുദ്ധിമുട്ടുകൾ വരുന്നതായ, പ്രതിബന്ധങ്ങൾ വരുന്നതായ സാഹചര്യത്തിൽ നിന്നും അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്സെറ്റ് ആൻഡ് ഹർട്ടിങ് ഫീലിങ്സ് എന്നാണ് ഈ ഭാഗം പരാമർശിക്കപ്പെടുന്നതായ അതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതായ പുസ്തകങ്ങളിൽ കാണുന്നത്. നമ്മളെ ബാധിക്കുന്നതായ ഏത് വിധത്തിലുള്ളതായ പ്രതിസന്ധിയെയും നമ്മൾ വരാതെ നാം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് തലവരി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ ഗുരു തലവരി പണം കൊടുക്കുന്നില്ലയോ എന്ന് അവർ ചോദിക്കുന്നു. ആ കാലയളവിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വർഷത്തിൽ ഒന്ന് ചുങ്കം കൊടുക്കുക എന്നുള്ളതായ ആ ഒരു പതിവ് അത് അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ മുടക്കം വരുമോ എന്നുള്ളതായ ഒരു സാഹചര്യം, അവിടുന്ന് ആ ഒഫൻസ് ഉണ്ടാക്കുന്ന സാഹചര്യത്തെ അവർക്ക് ഒന്നുമില്ലാത്തതായ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ദിവ്യമായിരിക്കുന്നതായ അത്ഭുത പ്രവൃത്തി മൂലം അതിനൊരു പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തിയെ തുടർന്ന് ഒരു അത്ഭുതം അവിടെ നടക്കും. അതിലൂടെ ആ ഒരു കുറവ് പരിഹരിക്കുവാൻ തക്കോണമാണ് കർത്താവ് അവിടെ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ കാലയളവിൽ ആ മഹത്തായ സന്ദേശം നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളൊക്കെയും ഉണ്ടാകുമ്പോൾ
ദൈവത്തിന് സമർപ്പിക്കുവാനും അങ്ങനെ ഉണ്ടാകുന്നതായ ക്ലേശകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഈ വചനങ്ങൾ അതെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കുക എന്നുള്ളതായ ഔദ്യോഗികമായ വചനങ്ങൾ ഇന്നേ ദിവസം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം തമ്പുരാൻ നൽകിയതായ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാകട്ടെ എന്നുള്ളതായ ആശംസയോടുകൂടി ഇന്നേ ദിവസം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏതെങ്കിലും ഭാഗത്തിൻ്റെ അന്യമായിരിക്കുന്ന സന്ദേശം ഞാൻ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ തന്റെ അദൃശ്യമായിരിക്കുന്നതായ വലുതായി വാഴ്ത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും നിൻ മഹിമയെ നയവാന്മാരും ഹാലേ ലോയ്യൗഹാലേ ലോയ്യ നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസിന്ദാവീതിൻ മൂലം ബഹുലബുറോവൽ റൂഹോ കാദീശോ നിർമ്മലമദ്ദഹായിൽ കാത്രോ ബോലബുറോവൽ റൂഹോ കാദീശോ ആചാരീശ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ബ്രോവൽ റോഹോ കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ ശരീരം
അങ്ങത്തിട്ട് വരേച്ചതും തന്നെടുന്നു മഹത്വം മുറിയോറായി മേലുവാനാരേ ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും നിന്റെ പരിശരീരം ഭക്ഷിപ്പാനും പാവപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും പാവപരിഹാരം രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവിനേക്കും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളുടെ കർത്താവിനേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേൻ. മടസിച്ച് പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ ദുഃഖത്തിനും വേണ്ടി ഒരുവാനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ വീടത്തിൽ നിന്നും നിന്റെ ദാസർക്കായി പുണ്യമിറങ്ങുമോറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ കർത്താവിനെ കൃതമായുള്ളവേ തിരുവൻപാകളുടെ പ്രസന്നതയ്ക്കുമായി നിന്റെ തിരിശരിക്കാൻ അനുഭവിക്കുവാൻ നോക്കി പാർത്തു കൊടുക്കുന്ന ഇതിൻ്റെ ആരാധന സംഘത്തെ അദൃശ്യമാൻ്റെ വലുത് നീട്ടി വാച്ചിനെങ്കിലേക്കുമോറാകണമേ. നമ്മുടെ സാരമായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇവയെ പ്രാപിച്ചിട്ടുള്ളവരും ഈ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കലുമായ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാൾ ജിരിപ്പെടുമാകണമേ. പത്രൈഹൂൻ ഒൽമനാവോലം ഒൽമീൻ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാവിൻ മഹിമാവുടെ സഹദേമാർക്കും മൃഗരിൽ കരുണയുമുണ്ടാകാം. ഞങ്ങൾ കർത്താവിനെ ഞങ്ങൾ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിതമായ ശുദ്ധമായ നിന്റെ തിരുശരീരവും ഞങ്ങളെ പാനം ചെയ്ത് പുണ്യപ്പെടുത്തുന്നതായ ശുദ്ധമായ നിന്റെ ശരീരവും ഞങ്ങളുടെ ശിക്ഷയോപ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലും ഞങ്ങളെല്ലാവരുടെയും ജീവനിൻ്റെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേൽ അനുഗ്രഹം ചെയ്യുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാനിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുത്. ഇനിയോ നിന്റെ പരിശുദ്ധാത്മ സംസ്കൃതത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടുകൂടെ ഓഹരിയും വാശവും ഞങ്ങൾ പ്രാപിക്കുന്നവേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനൂത്തനും മഞ്ഞിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായ രീതിയിലുമായ എൻ്റെ റൂഹായിക്കും
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കോശോ അബുകുല സുബാനുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലവനിക്കണം. നിങ്ങളെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും സ്വർഗത്തിൽ നിറഞ്ഞു വന്ന വലിയവനും വിശ്വനുമായ ദൈവമേ, ദൈവത്തോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെ നിന്റെ ജനനാം പിതാവാം ദൈവത്തെയും സ്ഥലത്തിലും പരിശുദ്ധനും ഉത്തവനും മഞ്ഞനും ജീവദായകനും സാരാംശത്തിൽ നീ ഒന്നായിരിക്കും എൻ്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സുബാനുൽമീൻ. പരമോന്നതമാം പദമതിലമരും വരനാം ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ. ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്ലീബാതാണലിൽ. താവക കൃപൈ പൂജക നിവഹെ വർഷിക്കണമേ. സമൂഹവൃദ്ധര് നിർമ്മലരാക്കുക പുരുഷന്മാരെ. ശക്തിയുവാക്കൾ കേകീടണമേ വീര്യം നൽകി. സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ. ശിശുബാലകരെ പോഷണമേകി പാലിക്കണമേ. മാതാവിനും പരിശുദ്ധന്മാരും നാഥാ പുണ്യം നൽകിയും മരീശോരും. സലൂൻ വസ്ലൂമു ആഹാൻ ഹബിബാൻ. എൻ്റെ സഹോദരങ്ങളും വാത്സല്യങ്ങളുമേ, കർത്താവിൻ്റെ പാപകാര്യ പുതുമാകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ കൈകിട്ടുള്ള തണ്ണീറുകളോടും മാളിനോടും കൂടെ വിശുദ്ധയും മാത്രമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ഭ്രമിപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോവുകയും ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചവരോട് ജീവനുള്ളവരും കർത്താവ് ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മുഹമ്മദ് റുഷ്മായാൽ മുദ്രത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ ഇടങ്ങളെ പരിഹരിക്കുകയും പാപങ്ങളെ മോചിക്കുകയും നിങ്ങളുടെ വിശ്വാസലായ മരിച്ചുപോകുന്ന ആത്മാക്കളെ അനുകൂലമാക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമാണ് ദാസനാണെന്ന് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണേൽക്കപ്പെട്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചും കൊണ്ട് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. പ്രാർത്ഥനയോ